Sometimes it is not about who has more talent. It is about who is hungrier. അതെ, നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഇനി സമയമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതും ഇതാണ്. കഴിവല്ല ചില സമയങ്ങളിൽ. ആരാണ് വിശന്നു വലഞ്ഞിരിക്കുന്നത് അവൻ അവന്റെ ഇരയെ കണ്ടെത്തുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത്രമേൽ ആവശ്യമായതാണെങ്കിൽ നിങ്ങൾക്കാരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും അടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉദാത്തമായിട്ടുള്ള വസ്തുതയ്ക്ക് ഉദാഹരണമാണ് സിംഹം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് വിജയം ആഗ്രഹിക്കുന്ന ഒരു സിംഹം. സടകുടഞ്ഞെഴുന്നേൽക്കാനുള്ള സമയമായി. എണീറ്റോ. ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടുകളും ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മുൻപിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് എക്സാം വരാൻ പോവുകയാണ്. 20+ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. അയ്യോ, 20 ദിവസമേ ഉള്ളോ എന്നതിനേക്കാൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യെസ്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചതിന് ഏറ്റവും മനോഹരമായിട്ട് റിവൈസ് ചെയ്യണം. ഇനി പ്രോപ്പറായിട്ട് പഠിച്ചില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇനി അങ്ങോട്ടുള്ള ദിവസം ഒന്ന് തുനിഞ്ഞിറങ്ങടാ, മനസ്സറിഞ്ഞൊന്ന് ഇറങ്ങടാ. നിങ്ങളെ കൊണ്ട് തീർച്ചയായും സാധിക്കും. ഇതിന് വേണ്ടി ഇരുന്നാ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണോ വിശന്നിരിക്കുന്നത് അവൻ അവന്റെ ഇരയെ കണ്ടെത്തും. നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഇനി സമയമില്ല എന്നൊക്കെ ഉള്ള തോട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ശത്രുവിന്റെ ഒരു തന്ത്രമാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പുറത്താകും. അമങ്ങിയിരുന്ന് പഠിക്കുന്നവർ കേറി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കോ. നമുക്ക് ഇനി മുമ്പിൽ ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി 20+ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ വൃത്തിയായി പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇതാണ്. ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 60+ മാർക്ക് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും എത്തിയിരിക്കും. ഞാൻ ഗ്യാരണ്ടി. ആദ്യത്തേത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ നീക്കി വെക്കണം. എല്ലാ നിയമങ്ങളും വകുപ്പുകളും പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും എന്നിവയാണ് അത് കൃത്യമായിട്ട് പഠിച്ചു മാറാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഭദ്രം. അതിനുശേഷം കണക്ക്, മലയാളം, ഇംഗ്ലീഷ് 30 മാർക്ക്. 50 മാർക്ക് ഈ രണ്ട് ഭാഗത്തും നിങ്ങളുടെ കയ്യിലായി. ഇനി ആ 50 മാർക്ക് 50-ൽ 50 എനിക്ക് കിട്ടൂല സാർ എന്ന് പറഞ്ഞ് വീണ്ടും എക്സ്ക്യൂസ് പറയുന്നവനോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് വിശപ്പില്ല, നിനക്കിത് ആവശ്യമില്ല എങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി എനിക്ക് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങളിൽ മുങ്ങിപ്പോയവർ, ജോലിക്കിടയിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ വലഞ്ഞു പോയവർ, കഷ്ടപ്പാടിന്റെ നെറുകയിൽ ഒരു വെള്ളി വെളിച്ചത്തിനായി കാത്തിരുന്നവർ, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ അതിലൊരാളാണെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. കണക്ക്, മലയാളം, മാത്സ് വാരി വലിച്ചു മുഴുവൻ പഠിക്കേണ്ട. ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ വീതം ഈ 3 വിഷയങ്ങൾക്കായി മാറ്റിവെക്കുക എന്ന് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 1 മണിക്കൂർ എന്ന് ഞാൻ അന്ന് പറഞ്ഞതിനെ നിങ്ങൾ ഇന്നൊരു 2 മണിക്കൂറായി കാണുക. ഫോർമുലകളും വ്യാകരണ നിയമങ്ങളും വേഗത്തിൽ റിവൈസ് ചെയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണടാ? PYQ ചെയ്യുക എന്നത് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ 30 മാർക്ക് നിങ്ങളുടെ കൈ കിട്ടും. മലയാളത്തിലും ഇംഗ്ലീഷിലും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന, മാത്സിലും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 40 മുതൽ 50 മാർക്കിനുള്ള റേഞ്ച് അവിടെ സെറ്റായി. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇനി അതിനുശേഷം ഏറ്റവും കുറവ് പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് നൽകുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭാഗം പൊതുവിജ്ഞാനത്തിൽ ഉയർന്ന മാർക്ക് നൽകുന്നതാണ്. ഏതൊരു PSC പരീക്ഷ എടുത്താലും അവിടെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പ്രധാനപ്പെട്ട ഭേദഗതികൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഇനി ആനുകാലിക വിഷയങ്ങളിലേക്ക് വന്നാൽ, കറണ്ട് അഫയേഴ്സ് വളരെ മനോഹരമായിട്ട് ഡെയിലി ക്ലാസ്സും വീക്കിലി ക്ലാസ്സും മന്ത്ലി ക്ലാസ്സും കാർത്തിക മിസ് തരുന്നില്ലേ? നിങ്ങൾ ആ വീക്കിലി മന്ത്ലി തന്നെ അടിപൊളിയായിട്ട് ഫോളോ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് അഫയേഴ്സിനുള്ള മാർക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ലോക്ക് ചെയ്ത് മനോഹരമായിട്ട് പഠിച്ചെടുക്കുക. പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്,
അഫയേഴ്സ് ഉൾപ്പെടെ കഴിഞ്ഞ 6 മാസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ളത് കൂടി നോക്കി വെച്ചിരിക്കണം. കാരണം നമ്മൾ എഴുതുന്ന പരീക്ഷ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, വനവുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് മൈൻഡിൽ വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൂടി ഞാൻ മുമ്പോട്ട് തരാൻ പോകുന്നത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം അല്ലാതെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയില്ല. ഈ ചട്ടക്കൂടാണ്. ഈ ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കവർ ചെയ്ത് ടോപ്പിക്കുകൾ പഠിക്കാൻ നിങ്ങളെ കൊണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറയുന്ന മാർക്ക് കിട്ടും. ഇപ്പൊ തന്നെ നമ്മൾ എത്രയായി ഇതാ നോക്കുക. ഇവിടെ 30ഉം 20ഉം 50, 50, 10, 60, 60ഉം 8ഉം 66 മാർക്ക്, 68 മാർക്ക്. ഞാൻ 60+ എന്നേ പറഞ്ഞുള്ളൂ. ബാക്കി 8 മാർക്ക് 60+, 68 മാർക്കിൽ 60+ നേടാനുള്ള വകുപ്പ്. ബാക്കി നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് കളയാം. ഓക്കെ ആണല്ലോ? അറിയാൻ മേലാത്ത ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളയാം. എങ്കിൽ കൂടി 60+ മാർക്ക് ഇത്രയും ടോപ്പിക്കിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നിമിഷം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ദാ നോക്കുക, സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് എന്താണ്? ഫോറസ്റ്റ് ഉണ്ട്, വൈൽഡ് ലൈഫ് 7 മാർക്ക്, ഫോറസ്റ്റ് 6 മാർക്ക്, വൈൽഡ് ലൈഫ് 7 മാർക്ക്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 5 മാർക്ക്, IT ഫാക്ടർ 2 മാർക്ക്. ഇനി ചിലർ പറയാണ്, സാറേ ഈ അവസാന നിമിഷം ഇതെല്ലാം കൂടെ വായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും 50 മുതൽ 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാലോ. 50 മുതൽ 100 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തും വീണ്ടും റീവിസിറ്റ് ചെയ്തും പഠിക്കാലോ. അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ പോർഷൻ അങ്ങ് കവർ ആകും. ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും മിനിമം 50 ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക, പുതിയ ചോദ്യങ്ങളെ പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എവിടെ ചെല്ലണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോക്ക് ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ഒന്നേന്ന് പഠിച്ചു വരാൻ സമയമില്ലെങ്കിൽ സുപ്രധാനമായ കാര്യങ്ങൾ ചോദ്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതാണ് പ്രധാനപ്പെട്ട സാധനങ്ങൾ. അതൊക്കെ വളരെ മനോഹരമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ പഴയ ഫാക്റ്റുകൾ നോക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുതിയതായി വരുന്ന പരീക്ഷയ്ക്ക് പുതിയ ആളുകളുടെ മാറ്റം വന്നിട്ടുണ്ടാവും. ഓക്കെ, സംഘടനകളിൽ ആളുകളുടെ മാറ്റം വന്നിട്ടുണ്ടാവും. പുതിയ ആളുകളെ വെച്ച് തന്നെ പഠിക്കണം, അത് ഉറപ്പുവരുത്തണം. കറണ്ട് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന സാധനമാണത്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്സിലേക്ക് വരുമ്പോൾ പലർക്കും കീറാമുട്ടിയാണ് മാത്സ് എന്ന് പറയുന്നത്. എടാ ഞാൻ പറഞ്ഞു തരാം, എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ടോപ്പിക്കുകൾ. പേഴ്സൻറ്റേജ്, ശതമാനം വൃത്തിയായിട്ട് പഠിക്കാം. ശതമാനം മനോഹരമായി പഠിച്ച ഒരാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ ഒരു നഷ്ടമുണ്ടാകില്ല. കാരണം ശതമാനവും പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിൽ എന്താണ്? അഭേദ്യമായ ബന്ധമുണ്ട്. അതിനുശേഷം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചോദ്യമുണ്ടാകും. ടൈം ആൻഡ് വർക്ക് ഉണ്ടാകും. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് ചോദ്യമുണ്ടാകും. ആവറേജ്, ശരാശരി ചോദ്യമുണ്ടാകും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്താണ് ബോഡ്മാസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അത് നിങ്ങൾക്ക് പറ്റുന്ന സാധനമാണ്. അതിൻ്റെ അകത്തുള്ള എളുപ്പമുള്ള വഴികളിലൂടെ ഷോർട്ട് കട്ടുകൾ വെച്ചുകൊണ്ട് ആ സാധനം പഠിക്കുക. ദെൻ എക്സ്പോണൻസ്, PSCക്ക് കഴിഞ്ഞ 10-20 എക്സാം ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഇത്തവണയും എക്സ്പോണന്റ് നിന്നും ഒരു ചോദ്യം ഉണ്ടാകും, ഉറപ്പാണ്. അതുപോലെ പ്രോഗ്രഷൻ, സമാന്തര ശ്രേണിയെ പറ്റി പഠിക്കുക. അവിടെയും ഫോർമുലകളെക്കാൾ ട്രിക്കുകളും മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ അരിത്തമെറ്റിക് സെറ്റായി. ഇനി മെന്റൽ എബിലിറ്റി അല്ലേ ഉള്ളത്. ഇനി മെന്റൽ എബിലിറ്റി, ക്ലോക്ക്, 2 ഫോർമുല, പ്രതിബിംബത്തിന്റെ സൂത്രവാക്യം എന്താണ്? 12 അവർ ക്ലോക്കിലാണെങ്കിൽ 11:60 നിന്നും 24 അവർ ക്ലോക്ക് ആണെങ്കിൽ 23:60 നിന്നും തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. ഇനി 30H - 11:30 മാക്കാച്ചി എന്ന് ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയുടെയും ഇടയിലെ കോൺ അളവ് കണ്ടുപിടിക്കാനുള്ള സാധനം അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്പർ സിസ്റ്റം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അനലോഗി പഠിക്കാൻ പറ്റും. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്പർ അനലോഗിയാണ് കേട്ടോ. അതായത് മറ്റേ ഈ സംഖ്യകളൊക്കെ തന്നിട്ട് കണക്ട് ചെയ്യാനുള്ള അനലോഗി സീരീസുകൾ. പിന്നെ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, ഓഡ് മാൻ ഔട്ട്, റാങ്കിങ്, ഓർഡർ, റിലേഷൻ, ക്ലറിക്കൽ എബിലിറ്റി, ഇത്രയും സാധനങ്ങളാണ് മെന്റൽ എബിലിറ്റിക്കകത്ത് വരുന്നത്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനോഹരമായിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഒരു ഫോർമുലകളുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. പൊതു തത്വങ്ങൾ, പൊതു ആശയങ്ങൾ യുക്തി വെച്ചായിട്ടാണ് മെന്റൽ എബിലിറ്റി ചെയ്യുന്നത്. ആ യുക്തി മനോഹരമായിട്ട് വർക്ക് ചെയ്ത് ആൻസർ കിട്ടുന്ന ടോപ്പിക്കുകളാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ, ഗ്രാമറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെൻസസ്, എസ്പെഷ്യലി സീക്വൻസ് പഠിക്കുക, പ്രപ്പോസിഷൻസ് പഠിക്കുക, ആർട്ടിക്കിൾസ്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കണ്ടീഷണൽ സെന്റൻസ്,
സെന്റൻസ് ഇഫ് ക്ലോസസ്. അതുപോലെ ഒരാളെ കൂടി ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറ്റുന്നു. ക്വസ്റ്റ്യൻ ടാഗ് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഇനി എന്താണ് വൊക്കാബുലറിയിലേക്ക് വരുകയാണെങ്കിൽ ഫ്രേസൽ വെർബ്സ്, സിനോണിം ആൻഡ് ആന്റോണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഇഡിയം ആൻഡ് ഫ്രേസസ് ഉറപ്പായിട്ടും ചോദ്യം ചോദിച്ചിരിക്കും ഈ പറയുന്ന സാധനങ്ങളിൽ നിന്നും. അതിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 5 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സാധനമാണ് അതെന്ന് പറയുന്നത്. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കടുകട്ടിയായിട്ടുള്ള സാധനം അതിനകത്തുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു 80%-ലധികം സാധനങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, വിപരീത പദം, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ശൈലികളും ലോകോക്തികളും, ലിംഗം, വചനം. ഇതൊക്കെ വീണ്ടും റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ എടുക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഇന്നലെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഓക്കെയാണ്, വൃത്തിയായിട്ട് മനസ്സിലായി. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഇത് തന്നെ. ഞാൻ മാത്സ് മലയാളത്തിന് ഫോക്കസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി അതിനുശേഷം കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കുക. എന്തൊക്കെയാണ് വരുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ, നോബൽ സമ്മാനം, ISROയുടെ പ്രധാന നേട്ടങ്ങൾ, കമ്മീഷനുകൾ, അതുപോലെ ആഘോഷിച്ച ചരിത്ര സംഭവങ്ങൾ. 2024-25 ഇപ്പൊ ആഘോഷിച്ച സാധനം ഉണ്ടാവില്ലേ? 75-ാം വർഷം ജൂബിലി, ജൂബിലി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അവാർഡുകൾ, കായികം, സാഹിത്യം, സിനിമ റിലേറ്റഡ് അവാർഡുകൾ ചോദിക്കും. ആസൂത്രണ വിവരങ്ങൾ, സൂചികകൾ, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ, സുപ്രധാന പദവികളും നിയമനങ്ങളും, ഓപ്പറേഷൻ സിന്ദൂർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ദിനാചരണങ്ങളും പ്രമേയങ്ങളും, കൂട്ടായ്മകള്, ആസ്ഥാനം, അവസാന സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പം ഇനി എന്ത് ചെയ്യാം? കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന. അത് വീണ്ടും ഞാൻ പറയുന്നു, പലരോടും പറയുമ്പോൾ അവരെന്ത് ചെയ്യും? മനസ്സിലേക്ക് വന്ന് ഒന്നേന്ന് പഠിച്ചു വരാം. വേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും നിങ്ങളൊരു ബുക്ക് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ഇന്നലെ വരെ കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ എടുത്തു വെച്ചിട്ട് സൈറ്റിൽ കിട്ടൂലേടാ, അത് വെച്ചിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, ശരി, പഠിക്കുക. ഇനി നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കുക. മൗലിക അവകാശങ്ങളും ചുമതലകളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഗവൺമെന്റിന്റെ ഘടനകൾ, ഭരണഘടനാ ഭേദഗതികളിൽ ഒരിക്കലും ചോദ്യമില്ലാത്തൊരു സാഹചര്യം വന്നിട്ടില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇന്ത്യ, കേരളം, ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് സാധനങ്ങൾ, പഞ്ചായത്തി രാജ്, ഇത്രയും സാധനം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എനിക്ക് പറയാനുണ്ട്. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ കാന്താരം ബാച്ച് പരീക്ഷയോടനുബന്ധിച്ച് റിവിഷൻ ഒക്കെ മനോഹരമായി ചെയ്യാൻ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കുകയാണ്. കേവലം 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തു ചെയ്യാം? സ്പെഷ്യൽ ടോപ്പിക് മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എല്ലാം മനോഹരമായിട്ട് കവർ ചെയ്ത് റിവിഷൻ സ്ട്രാറ്റജിയോട് കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കുകയാണ് കാന്താരം ബാച്ചിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ അവസരത്തെ വിനിയോഗിക്കുക. ഒരു സമയവും കഴിഞ്ഞു പോയിട്ടില്ല. ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം. തുടങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യം കാണുന്നത് വരെ നിർത്താൻ പാടില്ല. അതാണ് വേട്ട, അതാണ് നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത്. നമ്മൾക്ക് ലക്ഷ്യം അടിച്ചെടുക്കുന്നത് വരെ നമ്മൾ ഇനി അങ്ങോട്ട് വിശ്രമിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ 82 81 22 33 66 എന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും വിളിക്കാം. ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷയുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ആവശ്യമുണ്ട് എങ്കിൽ അത് എന്ത് അസിസ്റ്റൻസും ആയിക്കൊള്ളട്ടെ, അതിന് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും പറയില്ല. എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് ആ ആവശ്യം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കിട്ടും. പഠിക്കാനുള്ള സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഹെൽപ്പാണോ നിങ്ങൾക്ക് ആവശ്യം, കൃത്യമായിട്ട് ചോദിച്ചോടാ. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യാൻ അമൽ സാറും ജോബിൻ സാറും കാർത്തിക മിസ്സും ഞാനും അടങ്ങുന്ന വലിയ നിര തന്നെ
തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. ശരി, അപ്പൊ കാന്താരം ബാച്ചിന്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ, മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ മനോഹരമായി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് തന്നെയാണ് നമ്മുടെ കാന്താരം ബാച്ച്. ആ സഹായം ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഭൂമിശാസ്ത്രം അല്ലെ, ഭൂമിശാസ്ത്രം ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ 5 മാർക്ക്. ആ 5 മാർക്കിലെ 2-ലധികം മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും. 2-ൽ 3 മുതൽ 4 മാർക്ക് വരെ നേടാൻ കഴിയും. 1 മാർക്ക് നിങ്ങൾ വിട്ടേരെ പോട്ടെ. ഇനി അവിടെ എന്തൊക്കെ പഠിക്കുക? ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, സമുദ്ര ചലനങ്ങൾ, അന്തരീക്ഷ മർദ്ദവും കാറ്റും, ഊർജ സ്രോതസ്സുകൾ. ഹോട്ട് ടോപ്പിക് ആണ് കേട്ടോ ഇത്രയും പറയുന്ന സാധനങ്ങൾ. പിന്നെ നദികൾ, കാലാവസ്ഥ, കാർഷിക മേഖല, ഗവേഷണ സ്ഥാപനങ്ങൾ, ഉത്തരപർവ്വത മേഖല, ധാതുക്കളും വ്യവസായവും, തീരസമതലം, ഗതാഗതം. അതിൻ്റെ അകത്ത് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതിന്റെ അകത്തുനിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. ഇത്രയും സാധനങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഭൂമിശാസ്ത്രവും എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ആക്കാൻ പറ്റും. ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന, ഏറ്റവും കുറവ് കണ്ടന്റ് ഉള്ള ഒരേ ഒരു ആൾ ഏതാണ്? ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സ്. നീതി ആയോഗ് അല്ലേടാ നീതി ആയോഗ് എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ടതാണ് PSCക്ക്. ഹരിത വിപ്ലവം, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, GST, പഞ്ചവത്സര പദ്ധതികൾ. ഓക്കെ, GST പറയാൻ കാരണമുണ്ട്, ഈ ഇടയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി കേരള ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്തൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 മാർക്ക്. ഈ പറയുന്ന സാധനം ഒഴിവാക്കാൻ പഠിച്ചോടാ. ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി പഠിക്കുക, തണ്ണീർത്തട സംരക്ഷണത്തെ പറ്റിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനെ പറ്റിയും. അടുത്ത സംസ്ഥാന സിവിൽ സർവീസ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും, 3 മാർക്ക് അടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ചരിത്രം ഞാൻ ലാസ്റ്റിലേക്കാണ് വെക്കുന്നത്. ചരിത്രം കാരണം ഇത് ഒരുപാട് പഠിക്കാനുള്ളതുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിന്, അതായത് എക്കണോമിക്സ് കഴിഞ്ഞ് ഭരണഘടന കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം. ആ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും സ്കിപ്പായി പോവാൻ പാടില്ല എന്നത് മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ നോക്കുക, കേരളം, യൂറോപ്യന്മാരുടെ വരവ്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, തിരുവിതാംകൂർ ചരിത്രം, 1857 വിപ്ലവം, INC, സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും. അതൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് അത് എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന പുനഃസംഘടന, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്രയും സാധനത്തിന്റെ അകത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അത് നിങ്ങളുടെ സൗകര്യവും നിങ്ങളെ ഇൻട്രസ്റ്റും അനുസരിച്ച്. ഇത്രയും സാധനങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ജീവശാസ്ത്രം, ബയോളജിയിലേക്ക് വരുമ്പോൾ അവിടെ 4 മാർക്ക് നമുക്കുണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടുവരുന്ന രോഗങ്ങളുടെ പേര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ഥിരം ഈ റീസെന്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. രോഗങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുമ്പോൾ ഈ പകർച്ചവ്യാധികൾ, മലേറിയ, ഡെങ്കു പരത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള സാധനം മനുഷ്യ ശരീരത്തിന്റെ അകത്ത് വലിയൊരു ടോപ്പിക്കാണ്. അതിൽ നിങ്ങൾ ഇത്രയും സാധനം ഒന്ന് നോക്കി വെച്ചേരടാ. ഹോർമോൺ, ദഹന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, രക്തം, ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ നോക്കി വെച്ചേരെ. നിങ്ങൾക്ക് 3 മുതൽ 4 മാർക്ക് വരെ അതിന്റെ അകത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഫിസിക്സ് എല്ലാവരും ഒഴിവാക്കുന്ന സാധനമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഒരു 2 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുവോ? എന്ത് നഷ്ടം വരാൻ? ഒരു നഷ്ടവുമില്ല. ചലനം, പ്രകാശം, ബലം, ഗുരുത്വാകർഷണം, ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിൽ നിന്നും മോശമല്ലാത്ത, തെറ്റില്ലാത്ത ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? ഒരേ ഒരു വാക്ക്, സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി. ഒരു ബോഡി ബിൽഡറിനെ പോലെ ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള 20 ദിവസവും. ഓരോ ദിവസവും നമുക്ക് ക്രൂഷ്യലാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ബിക്കം ബിഗ്. നിങ്ങൾ വലുതാവും, നിങ്ങൾ റിപ്ഡ് ആവും. നിങ്ങൾ ആ ചലഞ്ച് ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അല്പ ദിവസത്തേക്ക്, നമ്മുടെ പരീക്ഷ വരുന്ന ദിനം വരേക്കും പ്രയോറിറ്റി എന്ന് പറഞ്ഞിതായിരിക്കണം. ബാക്കിയുള്ളതൊന്ന് കുറയ്ക്ക്. അപ്പാടെ മാറ്റാൻ ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളതിന്റെ പ്രയോറിറ്റി കുറയ്ക്കാം. ഷോർട്സ് കാണുന്നതിന്റെ, റീൽസ് കാണുന്നതിന്റെ പ്രയോറിറ്റി കുറയ്ക്കാം. അനാവശ്യമായി നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക്
ഒരു ഗുണം നൽകുന്നില്ല എന്ന് തോന്നുന്ന സ്പേസുകളിൽ നിന്നും ഒന്ന് ഉൾവലിയുക. എന്നിട്ട് നിങ്ങൾക്ക് ഗുണം നൽകാൻ പോകുന്ന ഈ കാര്യത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന ഈ കാര്യത്തിലേക്ക് ഏകാന്തരമായി, നിശബ്ദമായി, ബഹളങ്ങളില്ലാതെ ഇരുന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയ കാഹളം ഈ ലോകം മുഴുവൻ കേൾക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള അവസരം നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ അവസരം കൈവിട്ട് കളയാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കെമിസ്ട്രിയെ പറ്റി നമുക്ക് നോക്കാം. കെമിസ്ട്രിയില് ആറ്റം ഒരിക്കലും വിട്ടുകളയരുത്. വാതക നിയമങ്ങൾ അതിന് വിട്ടാലും കുഴപ്പമില്ല. ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും ഉറപ്പാണ്. ആസിഡും ആൽക്കലിയും pH മൂല്യം ഇതിന്റെ അകത്ത് ഉറപ്പായിട്ടും പഠിക്കേണ്ടത് ഈ സാധനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റം, ആസിഡ്, ആൽക്കലി, ലോഹങ്ങള്, അയിരുകള്, ലോഹങ്ങളും അലോഹങ്ങളും അയിരുകള് സാധനം പഠിച്ചു വെച്ചിരിക്കുക. ഈ വാതക നിയമങ്ങൾ അത് അത്രമേൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ കവർ ചെയ്താൽ കെമിസ്ട്രിയും നിങ്ങളെ സഹായിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ നോക്കുമ്പോ എന്താണ് 3 6 6 4 10 15 15 3 18 18 10 28 മാർക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ചോയ്സ് ആയിട്ട് വെച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ 60 അല്ലാതെ ഒരു 28 മാർക്ക്. അപ്പൊ ഇതിന്റെ അകത്തൊന്നും ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് മനോഹരമായിട്ട് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് ഇനി മുമ്പോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ടോ ഓരോ ചുവടുകളും ഇര തേടി പായുന്ന സിംഹരാജനെ പോലെ ആയിരിക്കണം. കൃത്യമായിട്ട് കെണി വെച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ അടിച്ചെടുക്കുന്ന പോലെ കളയരുത്, സമയം കളയരുത്. എന്താവശ്യമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് രാവെന്നോ പകലെന്നോ നോക്കാതെ വിളിക്കാം. 8281223366 എന്ന നമ്പറിലേക്ക്. കാരണം പരീക്ഷ വരികയാണ്. നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മളുടെ സ്വപ്നം നേടിയെടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. ആ ടൈം വേസ്റ്റ് ആവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള എല്ലാം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിച്ചേരും. ഞങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് നമ്മളുടെ ജീവിക്കണം, രക്ഷപ്പെടണം, നന്നാകണം എന്ന ഒറ്റ ചിന്ത മാത്രമാണ്. അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഭാര്യയും മക്കളും എല്ലാം നോക്കി നിൽക്കുകയുള്ളൂ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. പിന്നോട്ട് വലിക്കുന്ന 1000 കാരണങ്ങൾക്കിടയിലും മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം കണ്ടെത്തുന്നവനാണ് ഹീറോ. അത് നിങ്ങളാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ആരംഭിക്കാം. ആരെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായി പഠിക്കുന്നവർ റിവിഷൻ കൈവിടരുത്. നിങ്ങൾ ഉറപ്പായും ഇത്തവണ നേടും. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ എല്ലാവരും സൂപ്പർ നോട്ട്സ് എൻ്റയർ ഫാമിലി നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് പഠനം ഉഷാറാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടവാകട്ടെ. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.